നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL സഞ്ജു സാംസന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് തുടർച്ചയായ 3-ാം മത്സരത്തിലും തോൽക്കുന്നു എന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ MSK ജയേഷ് പുക്കുട്ടർ. MSKയിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. MSK പിന്നെ ആ തീരുമാനം കടുത്തതായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? എന്ത് CSK കൊപ്പം നിൽക്കാന്നുള്ള കടുത്തതായി പോയി അങ്ങനെ തോന്നുന്നില്ല. ഒരു ടീമാവുമ്പം ഒരു കളിയാകുമ്പോൾ ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. പക്ഷേ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബിയുടെ ഡയലോഗ് പോലെയാണ്. ഇനി ഇവിടെ നശിക്കാനൊന്നുമില്ല. ഫിലിം റെഫറൻസ് അല്ല, സഞ്ജു സാംസൺ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ തകരാനൊന്നും ഇല്ല എന്ന രൂപത്തിലുള്ളൊരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ചെന്നൈ ഉള്ളത്. ചെന്നൈ വർഷങ്ങളായിട്ട് ഇപ്പം മഹേന്ദ്ര സിംഗ് ധോണി, സ്റ്റീഫൻ ഫ്ലമിംഗ് എന്നുള്ള ആ ഒരു സഖ്യത്തിന് ശേഷം അതിനപ്പുറമുള്ള ഒരു ചെന്നൈയെക്കുറിച്ച് അവർ ഇതുവരെയും ആലോചിച്ചിട്ടില്ല. അവരുടെ മാനേജ്മെൻറ്റ് പോലും ഇപ്പോഴും അങ്ങനെ ഒരു ആലോചനയിൽ അവരുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ഈ കുമ്പളങ്ങി നൈറ്റ്സിൽ തന്നെ വളരെ രസകരമായൊരു സീനുണ്ട്, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ബോബി പറയുകയാണ്, ഞാൻ ഈ വീടൊന്ന് മാറിയാലോ സജിയെ. അപ്പോൾ സജി പറയുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീടെന്തിനാണ് മാറുന്നത്, നിനക്ക് വേണം എൻ്റെ റൂമിൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ അപ്പുറത്തുനിന്ന് അവിടെ മാത്യുവിൻ്റെ മുമ്പിൽ രാത്രിയാണ് അവർ സംസാരിക്കുന്നത്. മാത്യുവിൻ്റെ മുമ്പിൽ ഒരു ബോളുണ്ട്. അപ്പോൾ മാത്യു പറയുന്നു, ഇവിടെ നല്ലൊരു കക്കൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സജി അതൊക്കെ അടക്കാൻ, അതായത് ഇവരെ ഈ അനിയന്മാർ പറയുന്നതൊക്കെ പിന്നെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളില്ലേ എന്ന രീതിയിൽ അവർ പറയുന്നതൊക്കെ പിന്നെ അവരൊന്ന് സമാധാനിപ്പിക്കാനും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല, ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, പക്ഷേ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇടയ്ക്ക് സജിക്ക് ടെമ്പർ കയറിയിട്ട് സജി മാത്യുവിൻ്റെ മുമ്പിലുള്ള പന്ത് ഒരൊറ്റ ചവിട്ടി ചവിട്ടുന്നു. ഈ പന്ത് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു. ഒരു വെള്ളത്തിൻ്റെ സൈഡിലാണ്, ഒരു ജലാശയത്തിൻ്റെ സൈഡിലാണ് ഇവർ വീട് നമുക്കറിയാം. അന്ന് അപ്പോഴത്തേക്കും പിന്നെ ഈ മാത്യുവിനെ തല്ലുന്നു. ആ സമയത്ത് പിന്നെ നമ്മുടെ ശ്രീനാഥ് ബാസി അഭിനയിച്ച ക്യാരക്ടർ വന്ന് അവർ പിന്നെ സ്ഥിരം ആ പ്രശ്നങ്ങളിലേക്ക് ആ വീട് കടക്കുകയാണ്. അതായത് ആ വീട് എന്നുള്ളൊരു ചെന്നൈയാണ്, ചെന്നൈയും ചെന്നൈയുടെ മാനേജ്മെൻറ്റുമാണ്. അതിൽ ഏറ്റവും രസമുള്ള സീൻ എന്നുള്ളത് ആ സീനിൻ്റെ എൻഡ് എന്നുള്ളത് ഈ പന്ത് അവിടെ ഈ അടിയും മറ്റൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ പന്തിൻ്റെ ഒരു അവസ്ഥ ആ സീനിൽ കാണിക്കുന്നുണ്ട്. പന്ത് അങ്ങനെ ഈ വെള്ളത്തിൽ ഒഴുകി അങ്ങ് പോവുകയാണ്. അതായത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട കിരീടം, അല്ലെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ്, ആ കിരീടം ഇങ്ങനെ ഒഴുകി പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ചെന്നൈയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ചെന്നൈയുടെ പ്രശ്നങ്ങൾ അവരുടെ സ്കൗട്ടിംഗ് ടീമിൽ തന്നെ തുടങ്ങുകയാണ്. ചെന്നൈ 30 കോടി രൂപ ഏതാണ്ട് കൊടുത്ത് 2 പേരെ ഈ വർഷം എടുത്തു. അവർ അൺനോൺ പ്ലേയേഴ്സ് ആയിരുന്നു ഈ വർഷത്തിന് മുമ്പ് വരെ. അതിലൊരാൾ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. എങ്കിൽ കൂടിയും ചെന്നൈ പിന്നെ അവരുടെ ഏറ്റവും പ്രൈം പ്ലേയേഴ്സ് എന്നുള്ള രീതിയിൽ സഞ്ജു സാംസണെ ഈ വർഷം എടുത്തു. സഞ്ജു എത്തിയിരിക്കുന്ന സ്ഥലം നല്ലൊരു സ്ഥലമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ പോലും സഞ്ജുവിലും അതുപോലെ ഡെവാൾ ബ്രേവിസിലും അവർ അത്രയും വിശ്വാസം അർപ്പിച്ച് നിൽക്കുകയാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനപ്പുറമുള്ള പ്ലേയേഴ്സില്ല. അപ്പോൾ ഇത് സഞ്ജുവിലും അതുപോലെ തന്നെ ഡെവാൾ ബ്രേവിസിലും നല്ല സമ്മർദ്ദം അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഡെവാൾ ബ്രേവിസ് കഴിഞ്ഞ 3 മത്സരങ്ങളും പരിക്കാരണം കളിച്ചിട്ടില്ല. സഞ്ജു ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ടെൻഷനും മറ്റുമൊക്കെ നമ്മൾ ഇടയ്ക്ക് വിട്ടുപോയിരുന്ന ടെൻഷൻ ഈ CSKക്കൊപ്പം കളിക്കുമ്പോൾ സഞ്ജുവിൻ്റെ മുഖത്ത് കൃത്യമായും പ്രകടമാവുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഈ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. ഇവരുടെ ഒരു ബോളർ പന്തെറിയുമ്പോൾ 6 പന്തുകളാണ് ഒരു ഓവറിലുള്ളത്. ആ 6 പന്തുകൾ ഒരു എഫേർട്ടായിട്ട് എറിയുകയാണെങ്കിൽ അതിന് അടി കിട്ടുകയാണെങ്കിൽ ഓക്കെ, അത് ബാറ്റ്സ്മാൻ്റെ കഴിവാണെന്ന് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ചെന്നൈയുടെ മാറ്റ് ഹെൻറിയും അതുപോലെ കമ്പോച്ചൊക്കെ എറിയുന്ന പന്തുകൾ, ഒവേർട്ടനൊക്കെ അവസാനം ടിം ഡേവിഡൊക്കെ ഫോമിൽ നിൽക്കുമ്പോൾ എറിഞ്ഞ പന്തുകൾ, അതിന് പ്രത്യേകിച്ചിട്ട് പിന്നെ എന്താണ് അതിനകത്തുള്ളത്, ഒരു എഫേർട്ട് ഒന്നുമില്ല. ഒരു 6 പന്തുകൾ എൻ്റെ കടമ നിർവഹിച്ച് ഞാൻ പോകുന്നു എന്ന രീതിയിലാണ് ആ പന്തുകളൊക്കെ എറിഞ്ഞിരുന്നത്. അവിടെയാണ് ശരിക്കും കൃണാൽ പാണ്ഡ്യയുടെ പന്തുകൾ ഡിഫറൻസ് ആവുന്നത്. കാരണം കൃണാൽ പാണ്ഡ്യ ഫസ്റ്റ് ഓവർ എറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പന്തിൽ വിക്കറ്റ് ലഭിക്കുന്നു, സർഫറാസ് ഖാൻ്റെ വിക്കറ്റ് ലഭിക്കുന്നു. പിന്നെ ഈ ശിവൻ ദൂബെ ബാറ്റിങ്ങിന് ഇറക്കുന്നു. ശിവൻ ദൂബെ ഫസ്റ്റ് ബോൾ 6 അടിക്കുന്നു. അതിനുശേഷമുള്ള കൃണാൽ പാണ്ഡ്യയുടെ പന്തുകൾ, ഞാൻ ആരിസും അത് കണ്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു 118, 127 കിലോമീറ്റർ പെർ അവർ വരെ ആദ്യത്തെ 2 ഓവറിൽ എറിഞ്ഞ 6 പന്തുകളും 100 മുകളിലാണ്. ബൗൺസറാണ് എറിയുന്നത്. ഒരു പേസ് ബോളർ. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് ഷാഹിദ് അഫ്രീദി ഇങ്ങനെ എറിയുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഷാഹിദ് അഫ്രീദി എറിയുന്ന സമയത്ത് അത് സ്പിന്നറാണോ, ഷാഹിദ് അഫ്രീദിനെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
മൃണാൽ പാണ്ഡ്യ ആദ്യത്തെ 2 ഓവറിൽ എറിഞ്ഞ പന്തുകൾ ബാറ്റ്സ്മാനെ പിന്നെ ബൗൺസ് ചെയ്തിട്ട് അതൊരു പേസ് ബോളർ അടുത്ത് നിന്ന് എറിഞ്ഞ് പേസ് എറിയുന്നൊരു സിറ്റുവേഷനാണ്. അതായത് അദ്ദേഹം ആ പന്തിൽ എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്. ബാറ്റ്സ്മാൻ എൻ്റെ പന്തിൽ റൺ എടുക്കാൻ പാടില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലി മാറ്റുന്നു, അതിലൊരു എഫേർട്ട് ഇടുന്നു. ഈ ചെന്നൈ നിരയിൽ ഏത് ബോളറാണ് അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടത് എന്നത് പോലും സംശയമാണ്. കമ്പോജിൻ്റെ ഒരു പന്തിൽ ബൗൾഡ് ആകുന്നുണ്ട്, പക്ഷെ അത് നോ ബോൾ ആകുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ടിം ഡേവിഡ് നോ ബോൾ ഔട്ടാകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം പോലും ഇന്ന് അവരെ കൈവിട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവരുടെ ടിം ഡേവിഡൊക്കെ അടിക്കുന്നതൊക്കെ 6 ആണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ ആന്ധ്ര റെസ്റ്റിലൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ മിസ്ഹിറ്റുകൾ പോലും 6 ആവുന്നു എന്ന നിലയിലാണ്. നൂർ അഹമ്മദിനേക്ക് അടിച്ച പന്തുകൾ അതേപോലുള്ള ശ്രമങ്ങൾ, പിന്നെ അദ്ദേഹം അത്രയും വലിയ ഒരു ജിയാൻ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ രജത് പട്ടീദാറും അതായത് RCB സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ സമ്മർദ്ദം ഒന്നുമില്ല. അവർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്, അവരുടെ ഹോം ഗ്രൗണ്ടാണ്. വരുന്നവൻ ബാറ്റ് എടുക്കുന്നവനൊക്കെയും വെളിച്ചപ്പാടാവുന്ന ഒരു സിറ്റുവേഷനാണ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. മറുവശത്ത് CSK ആകെ പോസിറ്റീവായിട്ട് കളിച്ചത് 1-2 പേർ മാത്രമാണ്. അതിൽ സർഫറാസ് ഖാൻ ഇന്നിങ്സ് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. സർഫറാസ് ഖാൻ തുടക്കം മുതലേ ആ ഒരു പോസിറ്റീവ്, കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കൗട്ട് ടീം, അതായത് ചെന്നൈക്ക് ഈ വർഷം ലഭിച്ചതിൽ ഏറ്റവും മികച്ച സൈനിങ് തീർച്ചയായിട്ടും സർഫറാസ് ഖാൻ്റെ തന്നെയാണ്. ആദ്യ മത്സരം തൊട്ട് 2ാം മത്സരം 3ാമത്തെ മത്സരത്തിലും അദ്ദേഹം തന്നെയാണ് ആ ടീമിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കളിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് മറ്റ് ഓവേർട്ടൺ. ഈ ഓവേർട്ടനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇവർ പുറത്തിരുത്തിയെന്ന് ഓർക്കണം. അതായത് ഓവേർട്ടൺ അവസാനം ഇറങ്ങി അദ്ദേഹം പിന്നെ 13 പന്തിൽ 37 റണ്ണുങ്ങാൻ എടുത്തിരിക്കുന്നു. അപ്പം ഈ ഓവേർട്ടന്, അതായത് ഒരു കളി കളിച്ചിട്ട് 2ാമത്തെ കളിയിൽ ഇദ്ദേഹത്തെ പുറത്തിരുത്തിയ ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് ഓർക്കണം. അപ്പം ആ ടീമിൽ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. CSK തീർച്ചയായിട്ടും ധോണിക്കപ്പുറം, സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് അപ്പുറം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ അവരുടെ മുമ്പിലുണ്ട്. 2023 അവസാനമായിട്ട് അവർ കപ്പടിച്ചതെന്ന് തോന്നുന്നു. അതിനുശേഷമുള്ള 3 വർഷം, ആക്ച്വലി 2023 കൂടി അവരുടെ പ്രധാന താരങ്ങളൊക്കെയും അവരുടെ ഒരു ഗോൾഡൻ ജനറേഷനൊക്കെ അങ്ങ് വിരമിക്കുകയോ അല്ലെങ്കിൽ ടീം മാറുകയോ ചെയ്തിട്ട് അങ്ങനെ എന്താ പറയുക, അവർ മാറിയിട്ടുണ്ട്. അതിനുശേഷമുള്ള മാറ്റത്തെ മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കിയപ്പോഴും CSK മാനേജ്മെൻറ്റ് മാത്രം അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഈ മത്സരങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു RCB അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രതിഭാ ധാരാളിത്തമാണ് എന്നാണ്. അപ്പോൾ ഇനിയും നമ്മൾ വെങ്കടേഷ് അയ്യർ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും, ജേക്കബ് ബേത്തൽ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കി കിടപ്പുണ്ട്. അവിടെ നിന്ന് ഷെഫേർഡിനൊന്നും ബാറ്റിംഗ് ഇറങ്ങാൻ അവസരം കിട്ടിയിട്ടില്ല. കളിച്ചവരൊക്കെ 150 മുകളിൽ സ്ട്രൈക്കിലേക്ക് കളിക്കുന്നു. സോ RCB ആരാധകൻ എന്ന നിലക്ക് കപ്പ് നിലനിർത്തും എന്ന തോന്നൽ ഇപ്പോൾ വന്ന് തുടങ്ങിയില്ലേ? തീർച്ചയായിട്ടും അത് ഈ സീസണിൻ്റെ തുടക്കം മുതലുണ്ട്. കാരണം നമുക്കൊരു കിട്ടാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ചെന്നൈക്കെതിരെ തന്നെ RCBയുടെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വിജയമാണ് നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലും രണ്ടും ആധികാരികമായ 2 വിജയങ്ങളാണ് നേടുന്നത്. ഒരു ഘട്ടത്തിൽ ചെന്നൈ ഒരു വലിയ സ്കോറാണ്, 260 വലിയ സ്കോറാണ്. ഏകദേശം അതിനടുത്ത് അവരെത്താനും ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 40 റൺസിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് മികച്ച വിജയം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് ട്രാക്കിൽ. അപ്പോൾ RCB നമ്മൾ നേരത്തെ ഹാരിസ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഭകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ വെങ്കിയെ സൈൻ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ദേവദത്ത് പടിക്കലിനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യുകയായിരിക്കും, വെങ്കിക്ക് തന്നെയായിരിക്കും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക, അദ്ദേഹം ബോൾ കൂടി ചെയ്യുന്നുള്ളതുകൊണ്ട്. പക്ഷേ ഒരു ഇതുമില്ല, കാരണം വെങ്കി കിട്ടിയ 2 അവസരങ്ങളും ദേവദത്ത് കിട്ടിയ 2 അവസരങ്ങളും മിന്നിക്കാണ്. ഇന്നിപ്പോൾ ഒരു 50 അടിക്കുന്നു, ഇമ്പാക്റ്റായി വരുന്നു, അടിക്കുന്നു, പോകുന്നു. എല്ലാവരും വാഴെടുത്ത് എല്ലാവരും വെടിച്ച ബോൾ എന്ന് പറയുന്ന രീതിയിലാണ് ഇന്നത്തെ പ്രകടനങ്ങൾ. അതിൽ തന്നെ ടിം ഡേവിഡിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറഞ്ഞേ തീരൂ. അദ്ദേഹത്തിൻ്റെ ഒരു മാരക ബാറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 21 ബോളിലാണ് അദ്ദേഹം 50 അടിക്കുന്നത്. പിന്നെയുള്ള 4 ബോളിൽ 20 റൺസ് എടുത്തിട്ടുണ്ട്. അതിൽ 19ാമത്തെ ഓവറിൽ 4 സിക്സൊക്കെയാണ് അദ്ദേഹം അടിക്കുന്നത്. അതിൽ 3 തുടർച്ചയായിട്ടാണ് ഹാട്രിക് സിക്സറുകളൊക്കെ അടിക്കുന്നത്. അപ്പോൾ നൂർ അഹമ്മദിന്റെ ഒരു ഓവറിൽ 3 സിക്സ് അടിച്ചിട്ടുണ്ട്. തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും RCB സംബന്ധിച്ചോളം നമ്മൾ കപ്പില്ലാത്ത സമയങ്ങളിലും RCB മീൻസ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു മോഡാണ്. ഇപ്പോൾ കപ്പ് കിട്ടിയപ്പോഴും ആ എൻ്റർടൈൻമെൻറ്റിന് ഒരു കുറവില്ല. ആ രീതിയിൽ തന്നെയാണ് RCB നിൽക്കുന്നത്. എല്ലാവരും ഇന്ന് 3 വിക്കറ്റേ പോയിട്ടുള്ളൂ, 250+ സ്കോർ വന്നിട്ടും. അതിൽ തന്നെ ഇപ്പോൾ കോഹ്ലിക്ക് തുടക്കത്തിൽ ഒരു ലൈഫ് കിട്ടി. എന്നാൽ പോലും കോഹ്ലി ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, ദേവ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നു. RCB ഫാൻ എന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ബൗളിങ്ങിലേക്ക് നോക്കിയാലും ഈ ഒരു ഇന്നത്തെ ഇക്കോണമി ഇപ്പോൾ ബുവി ആയാലും ഡഫി ആയാലും ഇക്കോണമി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 ടീമും 200+ സ്കോർ ചെയ്തൊരു മത്സരത്തിൽ ഇക്കോണമിയെക്കുറിച്ച് ഒരു പരിധിക്കപ്പുറം ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലാന്ന് തോന്നുന്നു. എന്നാൽ പോലും ഇപ്പോൾ ബുവിയുടെ ഒരു റെക്കോർഡ്, അദ്ദേഹം IPL 200 വിക്കറ്റുകൾ തയ്ക്കുന്ന
ആദ്യത്തെ ഫാസ്റ്റ് ബോളറായി മാറി. നമ്മളെപ്പോഴും അതായത് ഭുവിയുടെ ഇൻ്റർനാഷണൽ കുറിച്ച് നേരത്തെ അവസാനിച്ചോ എന്നുള്ളൊരു ആശങ്ക എല്ലാ കാലത്തും നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴും കൃത്യമായിട്ട് ലൈനിലും ലെങ്ത്തിലും വളരെ കൃത്യമായിട്ട് പന്തെറിയുന്നൊരു ബോളർ കൂടിയാണ് ഭുവി. അപ്പോൾ ഭുവി ആ ഒരു വലിയ നാഴികക്കല്ല് അത് സ്വന്തം പേരിൽ തന്നെ ആക്കിയതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇനി ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ക്യാപ്റ്റൻ പട്ടിദാറിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ക്യാപ്റ്റൻ്റെയും ഒരു അസാധ്യ ഇന്നിങ്സ് തന്നെയായിരുന്നു. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ MSK സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നൈക്ക് അതായത് ചെന്നൈയുടെ മോശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ പ്ലാനിങ് ആണോ അതോ ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി ആണോ സ്കൗട്ടിംഗ് ആണോ എന്താണ് മോശം എന്നാണ് നമ്മൾ തപ്പിപ്പോകേണ്ടത്. പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ച് പോസിറ്റീവുകൾ നമുക്ക് അതിനകത്ത് കാണാനുള്ളൂ. സർഫറാസ് ഉറപ്പായിട്ടും, കാരണം സർഫറാസിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം IPL ടീം സൈൻ ചെയ്യാണ്. അദ്ദേഹം രണ്ടാം ജന്മത്തിന് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നത്. വെറും 75 ലക്ഷത്തിന് മാത്രമാണ് സർഫറാസിൻ്റെ ടീമിനെടുത്തത്. അത് 7.5 കോടിക്കുള്ള മുതൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മത്സരത്തിലും ചെന്നൈക്ക് വേണ്ടി തിളങ്ങിയ ഏകതാരം അദ്ദേഹമാണ്. ഒപ്പം തന്നെ ജാമി ഓവർട്ടാണ്. അദ്ദേഹം ആദ്യ മത്സരത്തിൽ വരുന്നു, ചെന്നൈയെ നാണക്കേട് ഒഴിവാക്കി 100-ന് മുകളിലൊരു സ്കോറിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം എവിടെ ഒന്നും പോലും ആർക്കറിയില്ല, അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ മത്സരത്തിൽ വീണ്ടും വരുന്നു. പിന്നെ ചെന്നൈയുടെ വിദേശ പ്ലാനുകൾ, വിദേശ താരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്, ആദ്യത്തെ മത്സരത്തിൽ ഫോറിൻ കോട്ട കംപ്ലീറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 2 പ്ലേയേഴ്സിനെ മാത്രം കളിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് 3 പ്ലേയേഴ്സിനെ വെച്ച് കളിപ്പിക്കുന്നു. ഇവർ ഏതൊക്കെ താരങ്ങളെയാണ് എങ്ങനെയൊക്കെ കളിപ്പിക്കുന്നത് ഇപ്പോഴും ഒരു ഐഡിയ അല്ലേ. ഈ സീസൺ മൊത്തം പരീക്ഷണങ്ങൾ കുറേ നടത്തി നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് നോക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ സഞ്ജുവിനെ കൂടി പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. 6, 7, 9 ഭയങ്കര ഒരു മോശം ഇന്നിങ്സ്. അതായത് ഒരു ബ്രഹ്മാണ്ഡ സിനിമ പോലെ ചെയ്തു വെച്ച ഒരു സംഭവം, വേൾഡ് കപ്പിൽ സംഭവം കഴിഞ്ഞ് വന്നിട്ട് സഞ്ജു ഈ വിധം നിരാശപ്പെടുന്നത്. കാരണം കുറച്ചധികം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് സഞ്ജുവിൻ്റെ അടുത്ത് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആ വേൾഡ് കപ്പ് എൻ്റെ ഒരു ഹാങ് ഓവർ ഒന്നും ആർക്കും വിട്ടുപോയിട്ടില്ലല്ലോ. ആ ഒരു കമ്പാരിസണും കൂടി വരുമ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനും ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. 3 മത്സരത്തിലും സിംഗിൾ ഡിജിറ്റിലാണ് സഞ്ജു പുറത്താവുന്നത്. ആ 3 മത്സരത്തിലും പുറത്തായ രീതിയും വളരെ മോശം തന്നെയാണ്. ഒന്ന് ഫസ്റ്റ് ബൗൾഡ് ആവുന്നു, പിന്നീട് എഡ്ജായിട്ട് ഒന്ന് വിക്കറ്റ് കീപ്പർ, പഞ്ചാബിനെതിരെ വിക്കറ്റ് കീപ്പറാണ് പിടിക്കുന്നത്, ഇവിടെ സ്ലിപ്പിൽ ദേവദത്ത് പിടിക്കുന്നു. അതും ഒരു ഫുഡ് മൂവ്മെൻറ്റും ഇല്ലാതെ തന്നെ അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നത്, അങ്ങനെ എഡ്ജ് എടുത്ത് വിക്കറ്റ് പോകുന്നൊരു കാഴ്ച, അത് നിരാശ നൽകുന്നതാണ്. RCBയുടെ വലിയ വിജയത്തിൽ വലിയ സന്തോഷമുണ്ടെങ്കിലും സഞ്ജു ഈ വിധം നിരാശ നൽകുന്നതിൽ ചെറിയൊരു വിഷമം കൂടിയുണ്ട്. ഈ കളിയിലേക്ക് വരുമ്പോഴേ പിന്നെ ഈ കഴിഞ്ഞ 3 മത്സരത്തിനുള്ളിൽ ചെന്നൈ ബോളർമാർ 588 റൺസ് വിട്ടുകൊടുത്ത് കഴിഞ്ഞു എന്നാണ്. അവരാകെ ഈ 3 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 10 വിക്കറ്റുകളാണ്. സോ അവരുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയാണ് RCBയേക്കാൾ പവർ പ്ലേയിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. RCB 51 റൺസാണ് ആകെ സ്കോർ ചെയ്തത്. എന്ന് മാത്രമല്ല പവർ പ്ലേയിൽ 3 ഓവറുകളിൽ അവർ ബൗണ്ടറി അടിച്ചിട്ടുള്ള RCB എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയും പിന്നെ സാൾട്ടും തുടക്കത്തിൽ പവർ പ്ലേയിൽ അവർക്ക് ക്ലച്ച് ആയിട്ടില്ല എന്നുള്ളതാണ്. കോഹ്ലിയുടെ ഒരു പിന്നെ സിംഗിൾ ക്യാച്ച് ദുബൈ വിട്ട് കളയുന്നുണ്ട് എന്നുള്ളതാണ്. 10 ഓവർ കഴിയുന്ന സമയത്ത് RCB 100 കടന്നിട്ടില്ല. 10 ഓവർ കടക്കുന്ന സമയത്ത് 100 കടന്നിട്ടില്ല. എന്നാൽ ചെന്നൈ 100 കടന്നിട്ടുണ്ട്. ഈ RCBയാണ് 14ാമത്തെ ഓവറിൽ അവർ 150 കടക്കുന്നു, 18ാമത്തെ ഓവറിൽ 200 കടക്കുന്നു, 20ാമത്തെ ഓവറിൽ 250 കടക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ഷിഫ്റ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പടിക്കലും പിന്നെ പട്ടിദാറും കൂടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ ടിം ഡേവിഡ് വന്നിട്ട് ആ ഗിയറിനെ ടോപ്പ് ഗിയറിലേക്ക് ആക്കുന്നു. അങ്ങനെ ആ ഓവർട്ടൻ്റെ ഓവറൊക്കെ നമ്മളവിടെ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓവറിൽ 2 4 1 6 ആണ് വരുന്നത്. നൂർ അഹമ്മദ് 3 6 ആണ് വരുന്നത് തുടർച്ചയായി. പിന്നെ തൊട്ടടുത്ത ഓവറിൽ 1 6 കൂടെ അടിച്ച് 4 6 തുടർച്ചയായി വരുന്നു. നൂർ അഹമ്മദിനെ പോലെ ബ്രില്യൻ ബോളേഴ്സിനെയൊക്കെയാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇനി പിന്നെ ചെന്നൈ നിരയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ സർഫറാസ് ഖാനെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവൻ പേസേഴ്സിനെ നന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ സമയത്ത് ഒരു സ്പിന്നർ ഇട്ട് കൊടുത്തു തീരും എന്ന്. പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷമാണ് കൃണാൽ പാണ്ഡ്യ വരുന്നത്. ആ 1ാമത്തെ ഓവറിൽ തന്നെ ആവേശം കയറി അടിക്കാൻ നോക്കിയാണ് അതിലാണ് പുറത്താവുന്നത്. അതേ ഓവറിൽ തന്നെ 1 വിക്കറ്റും കൂടി കൃണാൽ പാണ്ഡ്യ എടുക്കുന്നുണ്ടെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ RCB എടുക്കുന്ന തീരുമാനങ്ങളും അവിടെ വിജയിക്കുന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ ഇപ്പോൾ സമീർ റിസ്വി ഭയങ്കര ചർച്ച നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. എന്ന് പറഞ്ഞാൽ സമീർ റിസ്വിയെ കുറിച്ച് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ചെന്നൈയുടെ സ്കൗട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയും. അവർ 8 കോടിക്ക് എടുത്തപ്പോൾ ഇന്ന് അവരുടെ ടീമിൽ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും ഉണ്ട്. അപ്പോൾ 10 കോടിക്ക് മുകളിൽ കൊടുത്ത ഈ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് പണം ചെലവഴിക്കുകയും എന്നാൽ ഇവരുടെ സ്കൗട്ടിംഗ് ടീം ചെലവഴിച്ച അത്രയും തുകക്കുള്ള സാധനം ഈ മുതലുകൾ ഉണ്ടോ ഈ ടീമിൽ എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ സമീർ റിസ്വിക്ക് 8 കോടി
കൊടുത്ത സീസണിൽ 8.4 കൊടുത്ത സീസണിൽ 5 കളികളിൽ നിന്ന് 51 റൺസാണ്. ഇന്നത്തെ മത്സരത്തിൽ പ്രശാന്ത് വീർ തിളങ്ങുന്നുണ്ട് എന്നതാണ്. എന്നാൽ സെമി ഫൈനലിൽ 95 ലക്ഷത്തിൽ ഇപ്പോൾ ആ ഭാരത്തിൽ കളിച്ചാൽ മതി. 3 കളി തുടർച്ചയായിക്കൊണ്ട് മാൻ ഓഫ് ദ മാച്ച് ആവുന്നു. ഇമ്പാക്ട് പ്ലെയർ ഇറങ്ങി അവിടെ വലിയ ആശങ്കയുണ്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ കരുൺ നായരെ പോലെ വളരെ സീനിയറായ പ്ലെയർ അശുതോഷ് ശർമ്മയെ അവർ ഇതുവരെ ഇറക്കിയിട്ടില്ല. അത്രയും നല്ല കളിക്കാർ അവിടെ രണ്ടാളുണ്ടായിരിക്കെ തന്നെ ഇവൻ ഇങ്ങനെ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നാണ്. ചെന്നൈയുടെ പ്രശ്നം അതല്ല, 14 കോടി കൊടുത്ത 2 പേരെ അവർക്ക് നിർബന്ധാവസ്ഥയിൽ ഇറക്കും വേണം, എന്നാൽ ഇവരൊന്നും ഡെലിവറി ചെയ്യുന്നില്ല എന്നിടത്ത്. ഇപ്പോൾ ഫ്ലമിങ്ങിനോട് കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പല ഓപ്ഷനുകളും ഇപ്പോൾ ലുങ്കി അങ്കടിക്ക് പുറകെ നിങ്ങൾക്ക് പോകാമായിരുന്നല്ലേ, പല ഓപ്ഷനുകളും നിങ്ങൾക്ക് ബോളിംഗ് ഓപ്ഷൻസ് ആയിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ അവർക്കൊന്നും പുറകിൽ പോകാതിരിക്കുകയും തോൽവിക്ക് എന്ത് ന്യായമാണ് കാണുന്നത് സമയത്ത് ഫ്ലമിങ് പറയുന്നുണ്ട് അവരൊന്നും ആ സമയത്ത് അത്ര ഫോമിലല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നുകൊണ്ട് ഇദ്ദേഹം ഒരു സാധ്യതയുടെ വർത്താനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര അലസമായ ഭാഗത്തിലാണ് ഉത്തരം പറയുന്നത്. ആകെ സഞ്ജുവിനെ കൊണ്ടുവന്നു എന്തൊഴിച്ചു കഴിഞ്ഞാൽ സ്കൗട്ടിങ്ങിലൊക്കെ പരാജയപ്പെട്ടൊരു CSK അത്ര ഭീകരമായൊരു ടീമായിട്ട് എന്ന് പറഞ്ഞാൽ 5 കിരീടങ്ങളുടെ കണക്ക് പറയാം. ഇന്ന് നടന്നൊരു ക്ലാസിക് പോരാട്ടമാണ് എന്നോട് പറയുന്ന സമയത്ത് ഈ ക്ലാസിക് പോരിന്റെ വീറൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് ചെപ്പോക്ക് കോട്ട RCB പൊളിക്കുന്നത് എന്നാണ്. അതിനുശേഷമുള്ള മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കൂ, അങ്ങനെ ഏത് ക്ലാസിക് പോരാട്ടമാണ് നമ്മള് ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വരുമ്പോൾ ഇനി ഞങ്ങൾ റൈവൽറി എന്നുള്ള പദം ഉപയോഗിക്കുന്ന സുരൂപ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അത്ര ഉപയോഗിക്കാൻ പാടില്ല. കാരണം CSKക്കെതിരെ RCBയുടെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വിജയമാണത്. അത് നല്ല മാർജിനിലാണ്. ഒരു മത്സരം മാത്രം 2 റൺസിന്റെ നെക്ക് വന്നു, ബാക്കിയെല്ലാം വലിയ മാർജിനുള്ള വിജയങ്ങളാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർച്ചയായിട്ടുള്ള 7ാമത്തെ തോൽവിയാണിത് IPL. തുടർച്ചയായിട്ടുള്ള 7ാമത്തെ തോൽവി പറയുമ്പോൾ ഈ സീസണിലൊരു 3 കഴിഞ്ഞ സീസണിലെ അവസാന 4 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ചെന്നൈ മാറിയിട്ടുണ്ട്. എഴുതിത്തള്ളാൻ വരട്ടെ. കാരണം 2020 സീസണിൽ ഇതേപോലെ തന്നെ ചെന്നൈ തകർന്നടിഞ്ഞൊരു സീസണായിരുന്നു. ചെന്നൈ വേണ്ടത്ര വിജയിക്കുന്നില്ല, അവസാന സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യുന്നു. തൊട്ടടുത്ത വർഷം ഫിനിക്സ് പക്ഷിയെ പോലെ ഉദിച്ചുയർന്ന് ചെന്നൈ കിരീടം നേടുന്നതാണ് നമ്മുടെ ദുബായ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ കണ്ടത്. അപ്പം അല്ല, ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ ആ ഒരു എറ മാറേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇപ്പോഴും കഴിഞ്ഞ 3 സീസണുകളായി നമ്മൾ കാണുന്ന കാഴ്ച എന്നുള്ളത് അവസാനം 8ാമനായിട്ട് ഇറങ്ങുന്ന ധോണിക്ക് വേണ്ടിയിട്ടാണ് ആരാധകരൊക്കെയും CSKയുടെ കളി കാണുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിരുന്നു. ധോണി അവസാനം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ക്യാമിയോകൾ, അദ്ദേഹം ഹാർദിക് പാണ്ഡ്യയെ ഹാട്രിക് 6 അടിച്ചു, ആളുകൾക്ക് ആഘോഷിക്കാനുള്ള മരുന്ന് നൽകിയിരിക്കുന്നു. അദ്ദേഹം 5ാമനായിട്ടാണോ അല്ലെങ്കിൽ 6ാമനായിട്ടാണോ 7ാമനായിട്ടാണോ ഇനി 10ാമനായിട്ടാണോ ഇറങ്ങുന്നത് എന്നുള്ള സംശയം, അതൊക്കെയാണ് ചെന്നൈ മത്സരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടത്. മിക്കവാറും കുടുങ്ങാറുള്ളത് രവീന്ദ്ര ജഡേജ. അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോകുമ്പോ ചെപ്പോക്കിൽ ഭയങ്കര കയ്യടിയാ. രവീന്ദ്ര ജഡേജ ഈ CSK വിട്ടതുപോലെ ഒരു പക്ഷേ ഇനി അത് കേൾക്കേണ്ട എന്നുള്ള ലൈനിലായിരിക്കണം. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഇത് ചെന്നൈയുടെ കളികളൊക്കെ പോയിരിക്കുന്നത്. പക്ഷേ ഒരു പക്ഷേ ഇനി കാണാൻ പോകുന്നത് 3 മത്സരങ്ങൾ ചെന്നൈ തോറ്റു. ഇനി ധോണി വരട്ടെ, ധോണി വരുമല്ലോ, ധോണി ഏത് കളിയിൽ കളിക്കും എന്നുള്ള ആകാംക്ഷയായിരിക്കും. ബ്രവിസ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾ വരുന്നതും കാത്തു നിൽക്കുന്ന ഒരു ഫീലിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ചെന്നൈ മാനേജ്മെന്റ് തന്നെയാണ് ഇതിൽ ഉത്തരവാദികൾ. അവർ കൃത്യമായിട്ടും ആ സ്കൗട്ടിംഗ് ടീം ഒരു വലിയ പാതകം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെന്നൈ പോലൊരു ടീമിന്, അത്രയും ലെഗസിയുള്ളൊരു ടീമിനെയാണ് ഇതേപോലെ അലസമായിട്ട്, ഹാരിസ് പറഞ്ഞതുപോലെ വളരെ അലസമായിട്ടാണ് ഇവർ ഈ ലേലത്തിനെ സമീപിച്ചിരിക്കുന്നത്. ഈവൻ മറ്റ് ടീമുകളൊക്കെയും പ്രീതിസിൻ്റെയൊക്കെ വിളിച്ചെടുത്ത പഞ്ചാബ് ടീമിനെയൊക്കെ നോക്കൂ. ഏറ്റവും ദുർബലമായിട്ട് പലപ്പോഴും കാണാറുള്ളത് ഡൽഹി ടീമാണ്. ഡൽഹി ടീം ഇപ്രാവശ്യത്തെ അവരുടെ ടീം നോക്കി എന്ത് സെറ്റാണ് അവരുടെ ടീം. അപ്പം മൊത്തത്തിൽ മറ്റു ടീമുകളൊക്കെയും ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഒരു കളിക്കാരന് ബാക്കപ്പ് ഉണ്ട്. ആ രീതിയിലേക്ക് ടീമിനെ വിളിച്ചെടുത്തപ്പോൾ ചെന്നൈ ബ്രവിസിന് ബാക്കപ്പ് ഇല്ല. ശരിക്കും മറ്റു പലർക്കും ബാക്കപ്പ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോയി. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ഫോറിൻ കോട്ട പോലും തേക്കാൻ കഴിയുന്നില്ല. അവിടെ തന്നെ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയും വൺ ഫ്ലോപ്പാണ്. അദ്ദേഹത്തിന് ഒരു പ്രോപ്പറായിട്ടൊരു ഫീൽഡ് സെറ്റ് ചെയ്യാനോ. ഋതുരാജ് ആക്ച്വലി സഞ്ജു ടീമിൽ എത്തിയപ്പോൾ തന്നെ ഋതുരാജിനും തന്റെ ക്യാപ്റ്റൻസി മൈക്കൽ വോണും, അതായത് ഫിറ്റ്നസിന്റെ ചർച്ചയ്ക്കിടയിൽ മൈക്കൽ വോണും സൈമൺ ഡോളും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വോൺ ചോദിക്കുന്നുണ്ട് ഡോളിനോട്, ഈ സഞ്ജു വരുന്നതോടുകൂടി ഋതുരാജിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ
തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സഞ്ജു ഇതുവരെ ഒരു ധോണി എന്നുള്ളൊരു വൻമര അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് വിക്കറ്റ് കീപ്പർ കൂടിയായ നല്ലൊരു ക്യാപ്റ്റൻ മെറ്റീരിയലായ കുറെ കൂടി സ്റ്റാർഡമുള്ള സഞ്ജു സാംസനെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഒരു എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഋതുരാജ് ഇടാനുള്ള സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് മൈക്കൽ വോണൊക്കെ അത് പറഞ്ഞു വെക്കുന്നത്. ഋതുരാജിന് എന്തായാലും സമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സഞ്ജു ഒരു വേൾഡ് കപ്പ് വിന്നിംഗ് രീതിയിൽ ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടാണ് വരുന്നത്. കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിനെ നന്നായിട്ട് നയിച്ചിരുന്നു. സഞ്ജുവും വേണ്ടത്ര ഈ ഗ്രൗണ്ടിൽ പിന്നെ സഞ്ജു ഒരു മറ്റു ടീമിൻ്റെയൊക്കെ ക്യാപ്റ്റനായ ഒരു താരമാണ്. ഋതുരാജിന് വേണ്ടത്ര പിന്തുണ സഞ്ജു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും സംശയകരമാണ്. സഞ്ജു പലപ്പോഴും ചിത്രത്തിലേ ഇല്ലാത്ത മറ്റ് ഈ ബാറ്റർമാരൊക്കെ നല്ല ഫോമിൽ കളിക്കുമ്പോൾ സഞ്ജുവിന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പലതും ചെയ്യാനുണ്ട്. ഗ്രൗണ്ടിൽ പല നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട്, പല രീതിയിൽ ക്യാപ്റ്റനെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ സഞ്ജു അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ മത്സരത്തിൽ നമുക്ക് സംശയാസ്പദമാണ്. ഇതിൽ ഇതുപോലെ തന്നെ ഈ അൺക്യാപ്ഡ് താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും തുക മുടക്കേണ്ടതുണ്ടോ എന്നൊരു സംഗതി ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ അൺക്യാപ്ഡ് താരങ്ങളുടെ തലയിൽ ശരിക്കും നമ്മൾ ഭയങ്കര സമ്മർദ്ദം കൊടുക്കണം. ഉദാഹരണത്തിന് സമീർ റിസ്വിക്ക് 8.5 കോടിയുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ഉത്തർപ്രദേശ് T20 ലീഗിൽ മാത്രം കളിച്ചു വന്നൊരു മനുഷ്യന് വിട്ടപ്പോൾ ആ സ്വാഭാവിക സമ്മർദ്ദം ഉണ്ടല്ലോ. ഈ സമ്മർദ്ദമൊക്കെ അദ്ദേഹം മറികടക്കുന്നത് അദ്ദേഹം 1 കോടിക്ക് താഴെയാകുന്ന സമയത്താണ്. ഇപ്പോൾ സമീർ റിസ്വിയെ കുറിച്ച് പറയുന്നത് പിന്നെ അദ്ദേഹം പിന്നെ റൈറ്റ് ഹാൻഡഡ് സുരേഷ് റൈന എന്ന് പറഞ്ഞിട്ടാണ് ചെന്നൈയിൽ രംഗപ്രവേശം ചെയ്യുന്നത്. സുരേഷ് റൈനയ്ക്ക് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു പകരക്കാരനെ കണ്ടെത്തുന്നു എന്നായിരുന്നു അന്നത്തെ അവരുടെ ചെന്നൈ ആരാധകരുടെ വാദം, മാനേജ്മെൻറ്റിൻ്റെ വാദം. അദ്ദേഹം ഭയങ്കരമായിട്ട് സ്പിൻ ബാഷറാണ്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളൊന്നായിരുന്നു പേസ് ബോളിങ്ങിൽ അദ്ദേഹം വീണ് പോകുന്നു എന്നുള്ളതാണ്. എല്ലാ സീസണുകളിലും ഈ പിന്നെ പരാജയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കോടികളുടെ ഭാരമൊന്നുമില്ല. അതേസമയം തന്നെ അദ്ദേഹം ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മനോഹരമായി പിന്നെ ഈ പേസ് ബോളിനെ നേരിടുകയും അതിനുശേഷം നന്നായി ഹാർഡ് വർക്ക് ഇന്നലത്തെ മത്സരത്തിൽ 90 റൺസ് അടിച്ചിൽ, മുംബൈക്കെതിരായ മത്സരത്തിൽ 90 റൺസ് അടിച്ചിൽ 60 റൺസും അടിച്ചത് പേസ് ബോളേഴ്സിനെതിരെയാണ്. 5 4ഉം 5 6ഉം അടിച്ചത് 7 6 ആണ് ടോട്ടൽ. അതിൽ 5 6 അടിച്ച് പേസ് ബോളേഴ്സിനെതിരെയാണ്. 190 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത്. സോ അദ്ദേഹം രാഗി മിനിക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഭയങ്കരമായ പണത്തിന്റെ ഈ കോടിക്കിലുക്കത്തിന്റെ സമ്മർദ്ദം, ഒപ്പം തന്നെ അതിൽ മാനേജ്മെന്റ് കൊടുക്കുന്ന പിന്തുണയും വളരെ വലുതാണ്. ഇപ്പോ സമീർ റിസ്വിക്ക് CSK മാനേജ്മെന്റിൽ നിന്ന് കിട്ടിയ ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇപ്പൊ അവിടെ കിട്ടുന്നത്. ഹേമന്ത് ബദാനി അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. മാത്രമല്ല ഒരു മത്സരത്തിൽ ഡേവിഡ് മില്ലർ ഇറങ്ങാൻ വരുമ്പോൾ മില്ലറെ തടഞ്ഞു നിർത്തിയിട്ട് സമീർ റിസ്വി നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. തൊട്ട് മുമ്പത്തെ മത്സരം, ആദ്യത്തെ മത്സരത്തിൽ മില്ലർ ഇറങ്ങാൻ നേരത്തെ മില്ലർ തടഞ്ഞു നിർത്തുന്നുണ്ട്, എന്നിട്ട് സമീർ റിസ്വി ഇറക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പൂർണ്ണ പിന്തുണയാണ് ആ പ്ലെയർക്ക് കൊടുക്കുന്നത്. അതിൻ്റെതായ ഒരു കരുണാരുണ്ട്, അശുതോഷ് ശർമ്മയുണ്ട്, എന്നിട്ടും ഇവിടെ തന്നെ പിന്തുണ ഇമ്പോർട്ടന്റ് ആണ്. സമീർ റിസ്വിക്ക് കൃത്യമായിട്ടും നിങ്ങൾ നമ്പർ 4 പൊസിഷനിൽ കളിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാരിസ് പറഞ്ഞ ഒരു പോയിന്റിൽ വളരെ പ്രധാനപ്പെട്ടത്, ഇവർ അർഹിച്ചതിലും അധികമുള്ള പ്രതിഫലം ഇവർക്ക് ലഭിക്കുമ്പോൾ, ഈ താരങ്ങൾക്ക് ലഭിക്കുമ്പോൾ അവർ ഭീകരമായ സമ്മർദ്ദത്തിലേക്ക് പോകുന്നു എന്നുള്ളതും അവർക്ക് വേണ്ടത്ര നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നമ്മുടെ മുൻകാല ചരിത്രമാണ്. പവൻ നേഗി എന്ന് പറഞ്ഞൊരു കളിക്കാനുണ്ടായിരുന്നു. 2016-17 സീസണിലൊക്കെ കളിച്ച CSKക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഡൽഹിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2016 സീസണിൽ അദ്ദേഹത്തിന് 8.5 കോടി രൂപ ലഭിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് അൺക്യാപ്ഡ് പ്ലെയർ എന്നുള്ള ഒരു ടാഗും അദ്ദേഹത്തിന് ലഭിക്കുന്നു. പക്ഷേ ആ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വലിയ പരാജയമായിരുന്നു. പിന്നീടുള്ള സീസണുകളിൽ കൃത്യമായിട്ടും എനിക്കൊന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു 33-34 വയസ്സുണ്ടാവാനേ സാധ്യതയുള്ളൂ. IPL തിളങ്ങേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ഏത് ടീമിലാണ് അദ്ദേഹം എന്ന് പോലും നമുക്കറിയില്ല. അദ്ദേഹം ഏതെങ്കിലും ടീം അദ്ദേഹത്തെ വിളിച്ചെടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ജയദേവ് ബുനത്കട്ടിൻ്റെ കാര്യവും ഇതുപോലെ പിന്നെ ഒരു സമയത്ത് വലിയ പൈസ കിട്ടിയ ഒരു താരമാണ്. പക്ഷേ അതിനെ സ്വാധീകരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പം വലിയ പൈസയുടെ അല്ലെങ്കിൽ ലേലത്തിൽ കിട്ടുന്ന വലിയ തുക പലപ്പോഴും താരങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. CSKയുടെ 2 താരങ്ങൾക്കും ഈ ഒരു സമ്മർദ്ദം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മൾ KKRന്റെ ഗ്രീനിൻ്റെ അവസ്ഥ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 25.2 കോടി രൂപയ്ക്കാണ് വെങ്കടേഷ് അയ്യർ ഒരു വലിയൊരു പരാജയമായിട്ട് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ച താരമാണ്. ഗ്രീൻ ഓൾറെഡി ഇപ്പോൾ 2 മത്സരങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് പന്തറിയാനുള്ള അനുമതി ക്രിക്കറ്റ് ഓസ്ട്രേലിയ നൽകിയിട്ടില്ല. ബാറ്റിങ്ങിലാണെങ്കിൽ വലിയ ഫ്ലോപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പം കോടിക്കിലുക്കം താരങ്ങളുടെ പെർഫോമൻസുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്കൗട്ടിംഗ് ടീം അങ്ങനെ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വൈഭവിനെ കുറിച്ചിട്ട് സുബിൻ ബറൂച്ച് എടുത്തിട്ട് പറഞ്ഞത്, വൈഭവിൻ്റെ പിന്നെ ട്രയൽസ് നടക്കുന്ന സമയത്ത് 10-11 വയസ്സുള്ള ഒരുത്തം വന്നിട്ട്
ഈ 150 കിലോമീറ്റർ വേഗതയിൽ വരുന്ന പന്തുകൾ മുഴുവൻ സിക്സർ വായിക്കുന്നു. 10 കോടി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള ഒരുത്തന് വേണ്ടിയിട്ട് ലേലത്തിൽ നിങ്ങൾ എത്ര പോവുകയാണെങ്കിലും 10 കോടി വരെ പോകാമെന്ന് സുബിൻ ബറൂച്ച രാജസ്ഥാൻ മാനേജ്മെന്റിന് അങ്ങോട്ട് ഉറപ്പ് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ വൈഭവിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. വൈഭവ് ഇപ്പോഴും നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. വൈഭവിനിട്ട് 10 കോടി കൊടുക്കേണ്ടി വന്നിട്ടില്ല. സംതിങ് 1 കോടിക്ക് അവർക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും പ്രതീക്ഷ അർപ്പിച്ച് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മാത്രം പെർഫോമൻസ് വെച്ച് ഇത്രയും പ്രതീക്ഷ വെച്ച് 14 കോടിയും 18 കോടിയൊക്കെ മുടക്കാൻ മാത്രം ഈ ടീമുകൾക്ക് എവിടെ നിന്നാണ് ഈ ആത്മവിശ്വാസം വരുന്നത് എന്നാണ് ചോദ്യം. അതെ, ഈ സ്കൗട്ടിങ് എല്ലാ ടീമിനും അതൊരു പ്രശ്നമാണ്. കൃത്യമായിട്ടും ഈ താരങ്ങളെ കണ്ടെടുക്കുക എന്നുള്ളത് ഇപ്പം അങ്ങനെ എല്ലായ്പ്പോഴും സാധിക്കണമെന്നില്ല. ഒരുപാട് പണമുള്ളത് കൊണ്ട് മാത്രം ഒരു താരം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധ്യതയില്ല. അല്ല, മാത്രമല്ല അവർ സ്കൗട്ടിംഗ് ടീം അല്ല, ഇപ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു മുംബൈയുടെ ഉൾപ്പെടെയുള്ള സ്കൗട്ടിംഗ് ടീം. മാത്രമല്ല അവർ നോട്ട് ഔട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും അവർ നെറ്റ്സിലേക്ക് ട്രയൽസിന് വേണ്ടി വിളിക്കുന്നു. അങ്ങനെ പല പരിപാടികളും കഴിഞ്ഞിട്ടാണ് ടീം ഇറങ്ങുന്നത്. പക്ഷേ ഈ ഓവർ പ്രൈസിങ് തന്നെയാണ് അവർക്ക് വലിയ വിനയാവുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഡൊമസ്റ്റിക്കിൽ ഇപ്പോൾ ഒരു മധ്യപ്രദേശ് പ്രീമിയർ ലീഗിൽ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അതിൽ മാത്രം ഇത് കഴിഞ്ഞിട്ട് അതിൽ പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക്കിൽ ഏകദേശം നമുക്കൊപ്പം നിൽക്കുന്ന താരങ്ങൾക്കെതിരെ തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബൗളറാണെങ്കിലും ഇപ്പോൾ ബാറ്റർ ഏകദേശം അതേ ഒരു റേഞ്ചിലുള്ള പ്ലെയർ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നേരെ വരുമ്പോഴേക്കും ഇവിടെ ഒരുപാട് ടോപ്പ് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് വരുന്നു. അവരുടെ കൂടെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബലഹീനത എന്താണെന്ന് പ്രോപ്പറായിട്ട് വെളിവാകുന്നു. 1-2 മത്സരത്തിൽ ഡൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ അങ്ങ് പോകുന്നു. അതിൽ നിന്ന് ഉയർത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ആ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ ഉൾപ്പെടെയുള്ള വലിയ സപ്പോർട്ട് വേണം. അതുകൂടി കിട്ടാതാവുമ്പോഴാണ് ഈ പ്ലേയേഴ്സ് വലിയ രീതിയിൽ എക്സ്പോസ്ഡ് ആയി പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഉള്ളത് ഈ ക്യാപ്റ്റൻ്റെ സപ്പോർട്ട് എന്നുള്ളതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒന്ന് സഞ്ജുവിൻ്റെ ഫോം കൂടിയാണ്. ഇപ്പോൾ സഞ്ജു ലോകകപ്പിൽ നമുക്കറിയാം ആദ്യ മത്സരങ്ങളിലൊക്കെ ഫോം ഔട്ടായിരുന്നു. പക്ഷെ അവിടെ സൂര്യകുമാർ യാദവ് എന്നുള്ള ക്യാപ്റ്റൻ്റെ പൂർണ്ണ പിന്തുണ സഞ്ജുവിനുണ്ടായിരുന്നു. സഞ്ജു എവിടെ പോകുമ്പോൾ സഞ്ജുവിൻ്റെ കൂടെ തന്നെ സഞ്ജുവിനെ ഈ പ്രസൻറ്റേഷൻ സെറമണിയുടെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിൻ്റെയും അതുപോലെ കോച്ചിൻ്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ CSKക്ക് ഒപ്പം CSKയുടെ ഈ ഒരു മത്സരം, അതായത് ക്യാപ്റ്റൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും സഞ്ജുവിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യ വിഷയമാണ്. CSK നമ്മളിപ്പോൾ ഈ ഡഗ്ഔട്ടിൽ ഇടക്കിടക്ക് സ്റ്റീഫൻ ഫ്ലമിങ്ങിൻ്റെ മുഖം കാണിക്കാറുണ്ട്. ഫ്ലമിങ്ങിൻ്റെ മുഖത്ത് ഗംഭീറിൻ്റെ ഒരു ആവേശം കാണാം. ഫ്ലമിങ്ങിൻ്റെ മുഖത്ത് പലപ്പോഴും നിരാശ മാത്രമാണ്. സഞ്ജു ഔട്ടായ സമയത്ത് തന്നെ കൃത്യമായിട്ടും ഫ്ലമിങ്ങിൻ്റെ മുഖം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരാശ മാത്രമാണുള്ളത് എന്നുള്ള രീതിയിലായിരിക്കും. അല്ല, ഒരു കളിക്കാരന് പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോഴാണ് ആ കളിക്കാരിലെ ഏറ്റവും നല്ല ഔട്ട് നമുക്ക് കിട്ടുക. അപ്പം ആ ഒരു പിന്തുണ സഞ്ജുവിന് CSKക്ക് ടീം മാനേജ്മെൻറ്റ് ആ രീതിയിൽ സിങ്കായി വരുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടോ എന്നുള്ളതൊരു സംശയം. ഓക്കെ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതിന് മുമ്പ് നാളത്തെ മത്സരം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ തോന്നുന്നു. നാളെ പഞ്ചാബും KKR തമ്മിലുള്ള മത്സരം. ഞാൻ പറഞ്ഞത് പഞ്ചാബ് വേഴ്സസ് KKR മത്സരമാണ്. പഞ്ചാബ് നമ്മുടെ ടീമിന്റെ ഘടന അനുസരിച്ച് നോക്കുമ്പോൾ പഞ്ചാബ് ഒരുപാട് മുന്നിലാണ്. KKR ഒന്ന് ഡൗൺ ആണ്. KKR ആദ്യ 2 മത്സരങ്ങളും തോറ്റു നിൽക്കുകയാണ്. അല്ല, പക്ഷേ നമ്മൾ കഴിഞ്ഞ 2 മത്സരങ്ങളുടെ ഫലവും നോക്കി ഞാൻ ഇപ്രാവശ്യം KKRന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. കാരണം ഇന്നത്തെ മത്സരം നമുക്കറിയാം, നമ്മുടെ മുഹമ്മദ് ഷമിയുടെ ഒരു മാന്ത്രിക ആ ടീം ജയിച്ചു. ഡൽഹി കഴിഞ്ഞ ദിവസം മുംബൈയെ തോൽപ്പിച്ച ഒരു വലിയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്, വലിയൊരു കാര്യമുണ്ട്. അപ്പം ചങ്ങമ്പുഴ പാടിയതുപോലെ നാമിങ് അറിയുവതൽപ്പം എല്ലാ മോഹനീയ ദൈവസങ്കല്പം. അപ്പോൾ KKR ജയിക്കട്ടെ. ചർച്ച നിർത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങളുടെ ടീമിന് പറയും. ഞാൻ പഞ്ചാബിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അത് ഈ ഒരു വിന്നിങ് സ്ട്രീക്ക് കൊണ്ട് മാത്രമല്ല. അപ്പോൾ KKR ആദ്യത്തെ 2 മത്സരം മുമ്പ് പരാജയപ്പെട്ടു. പഞ്ചാബ് 2 മത്സരം വിജയിച്ചു. 2 ആധികാരികമായിരുന്നു. നല്ല ക്യാപ്റ്റൻസിയാണ്, സെറ്റ് ടീമാണ്. മറുവശത്ത് ചെന്നൈയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഈ ഒരു ആശയക്കുഴപ്പം KKRൻ്റെ ക്യാമ്പിലുണ്ട്. അതവർ മറികടന്നേ തീരും. നിലവിൽ ഞാനും പഞ്ചാബിനൊപ്പമാണ്. ഓക്കെ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് CSK കേരളത്തിൽ എന്നല്ല, ഇന്ത്യ ഒട്ടാകെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് CSK. ആ ടീമിനോട് അവരുടെ മാനേജ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ അടക്കം പല റീസൺസും നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ചർച്ച ചെയ്തു. യെസ്, അപ്പോഴും MSK ഈ സീസണിൽ CSKയിലേക്ക് മറുകണ്ഠം ചാടിയ MSK പറയുന്നത് CSK തിരിച്ചു വരും എന്നാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. എനിക്ക് ഗെയ്ക്വാദിന് ഇഷ്ടമില്ലാതെ. ഓക്കെ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. മറ്റൊരിക്കൽ വീണ്ടും ഇരിക്കാം.